നമസ്കാരം ഷൈജേട്ടാ. നമസ്കാരം ഷൈജേട്ടാ, നമ്മൾ ഈ HR-നെ കുറിച്ച് സംസാരിച്ചപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടൊരു ചോദ്യം കൂടി ഞാൻ മനസ്സിൽ കരുതിയിരുന്നു. അതായത് എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്, എല്ലാവർക്കും ഇത് വേണോ വേണ്ടയോ ഇത് ചെയ്യണോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സംശയം ഉണ്ടാക്കുന്ന ഒരു ചോദ്യമായിരുന്നു. ഈ ട്രെയിനിങ്സ് കമ്പനിയിലെ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി നല്ലൊരു തുക ചിലവാകും. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക കമ്പനിക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളൊരു ചോദ്യചിഹ്നത്തിൻ്റെ പുറത്ത് പലരും ഇത് ചെയ്യാതിരിക്കുന്നുണ്ട്, പക്ഷെ പലരും ഇത് ചെയ്യുന്നുണ്ട്. ഒരു എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്നതുകൊണ്ട് HR-ൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇതിനു മുമ്പ് HR-ൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഈ HR ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. കോർ HR ഫങ്ഷൻസ്, അതിലൊരു കാര്യമാണ് ട്രെയിനിങ്. ട്രെയിനിങ് HR ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ട്രെയിനിങ് ഫുള്ളായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ട്രെയിനിങ് എന്നൊരു ഫാക്ടർ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ട്രെയിനിങ് ഇല്ല എങ്കിൽ ജസ്റ്റ് ആലോചിച്ച് നോക്കുക. നമ്മളൊരു എംപ്ലോയി ജോയിൻ ചെയ്യുന്നു, 10 കൊല്ലം കഴിഞ്ഞിട്ടും ഒരു രീതിയിലുള്ള ട്രെയിനിങ്ങോ ഇൻപുട്ടോ ഒരു ഫ്രഷനിങ്ങോ അവർക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ എന്തായിരിക്കും അവരുടെ മൈൻഡ് സെറ്റ്, എന്തായിരിക്കും ലോകത്ത് നടക്കണമെന്ന് എങ്ങനെ അറിയും, എന്താണ് കമ്പനികളിലും ലോകങ്ങളിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഈ എന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്നോട് ഞാൻ പണ്ട് കഴിഞ്ഞ ഇൻ്റർവ്യൂ ചോദിച്ച പോലെ എത്ര കമ്പനികൾ അല്ലെങ്കിൽ എത്ര ബിസിനസ്സുകൾ എന്നൊക്കെ അറിയാവുന്നവർ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് എഗ്രി ചെയ്യും. ഒറ്റ വാക്കിൽ ട്രെയിനിങ്ങിന് ഇത്ര എമൗണ്ട് വേണമെന്ന് പറഞ്ഞാൽ ട്രെയിനിങ് കൊടുക്കുന്നത് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷെ അതിനകത്ത് വരുന്ന തുകയിലാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. അപ്പോൾ കോംപ്രമൈസ് ചെയ്ത് ചെറിയ തുകയിൽ ഉള്ള ആളെ തപ്പി നടക്കും. ഇങ്ങനെയൊക്കെ അത് വേറൊരു നേർച്ചയായി പോകും. നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ റിസൾട്ട് കിട്ടണം, അതും മെഷർ ചെയ്യാൻ പറ്റും. നല്ല നല്ല എസ്റ്റാബ്ലിഷ്ഡ് പ്രൊഫഷണൽ കമ്പനികളിൽ നമ്മളൊരു കോൺഫറൻസിനോ ട്രെയിനിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംതിങ് എക്സ്ട്രാ വിട്ട് കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് എന്ത് മാറ്റം വന്നു, അവരെന്ത് പഠിച്ചു, അവരെന്ത് മാറ്റം ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോണു, അത് ഇംപ്ലിമെൻ്റ് ചെയ്തോ എന്നുള്ള ഒരു മെഷറിങ് സ്കെയിൽ അവിടെ ഉണ്ട്. അപ്പം എന്നോട് ചോദ്യത്തിന് അതൊരു വേസ്റ്റ് ഓഫ് മണി ആകുന്നില്ല എന്ന് ഉറപ്പിക്കാനുള്ള ഒരു സിസ്റ്റം നമുക്കുണ്ട്. പിന്നെ എന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചു എംപ്ലോയീസിൻ്റെ ട്രെയിനിങ്ങിൻ്റെ കാര്യമാണ് എന്നെ ചോദിച്ചത്. പക്ഷേ എനിക്ക് പറയാനുള്ളത് അവിടെ തുടങ്ങിയിട്ട് കാര്യമില്ല, മാനേജ്മെന്റ് ട്രെയിനിങ് ആണ് ആദ്യം ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അവിടെ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എൻ്റെ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ നമുക്കൊരു പ്രശ്നമുള്ളത് ഒരു നല്ലൊരു സെമിനാറോ നല്ലൊരു സ്പീക്കറോ നല്ലൊരു ട്രെയിനിങ് ഗ്രൗണ്ടോ എന്തെങ്കിലും നല്ല എക്സെപ്ഷണലായിട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷനിൽ നിന്ന് വിടുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഫോളോ അപ്പ് ചെയ്തായിട്ടായിരിക്കും ഡെലിഗേറ്റ്സിനൊക്കെ എടുക്കുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ആ ഇത് വന്നാൽ അത് വയബിൾ ആവുള്ളൂ. ഇത്രയും വലിയ ട്രെയിനർ അല്ലെങ്കിൽ സ്പീക്കറെ കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ അവിടുന്ന് 2 കാര്യങ്ങൾ നടക്കും. ഒന്ന്, അതിനൊരു ഡെലിഗേറ്റിനെ കൊടുക്കും, രജിസ്ട്രേഷൻ കൊടുക്കും, 1-2 രജിസ്ട്രേഷൻ കൊടുക്കും. അങ്ങോട്ട് വിടുന്നത് അവിടെ ഏറ്റവും പണിയില്ലാണ്ടിരിക്കുന്ന 2 പേരെ, ബാക്കി എല്ലാവരും ബിസിയാണ്. സത്യമല്ലേ? 2. എന്നാൽ ഈ മാനേജ്മെൻറ്റിൽ ഇരിക്കുന്ന ആൾ ഒന്ന് പോയി നോക്കാം എന്തായിരിക്കും അവിടെ പറയണത്. ഇത്രയും വലിയ ഗ്ലോബൽ ലീഡറല്ലേ വന്നിരിക്കണേ, നമ്മുടെ ബിസിനസ് എന്തെങ്കിലും ഗുണം കിട്ടുമോ, അതിനും അവിടെ സമയമില്ല, അവിടെ ബിസിയാണ്. ഈ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു മാനേജ്മെന്റ്, ഇത് ബിസിനേക്കാൾ ഉപരി ഇതൊക്കെ അറിഞ്ഞിട്ടാണല്ലോ ഞാൻ അല്ല അത് ഐ നോ എവരിതിങ്, അതൊരു വലിയൊരു പ്രശ്നം. അപ്പോൾ ഇങ്ങനെ പോയിട്ട് ഇതിനെപ്പറ്റി അറിയാത്ത ഒരാൾ എങ്ങനെ താഴേക്കുള്ള ട്രെയിനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കും? പണ്ട് പലർക്കും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പണ്ടൊരു കോട്ട് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്. ഒരാൾ ചോദിക്കുന്നു, നമ്മൾ ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഓഫ് മണിയാണ് ഒന്ന്. രണ്ടാമത് നമ്മളിപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അയാളെ നമ്മളിവിടെ ആ ഒരു എംപ്ലോയീസിനെ നമ്മൾ കുറച്ചുകൂടെ ഷാർപ്പാക്കി കൊണ്ടുവരണം, കുറച്ചുകൂടെ മാർക്കറ്റ് വാല്യൂ ഉള്ള എംപ്ലോയീസായിട്ട് കൊണ്ടുവരണം. പക്ഷെ ഇവർക്ക് അടുത്ത ജോലി കിട്ടി പോകില്ലേ, എന്തിനാണ് ഈ പൈസ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തതെന്നുള്ള പറയും. ഇങ്ങനെ തിങ്കിങ് ഉള്ളവർക്കൊക്കെയാണ് പ്രോബ്ലംസ് അവസാനം എത്താറ്. ഈ ക്വസ്റ്റിന് എനിക്ക് 2 ആൻസർ ഉണ്ട്. ഒന്ന്, ഈ ട്രെയിൻ ചെയ്തു വരുന്ന എംപ്ലോയി എന്തുകൊണ്ടാണ് പോണത്? ഇവിടെ പ്രോപ്പർ എൻഗേജ്മെൻറ്റോ പ്രോപ്പർ മോട്ടിവേഷനോ പ്രോപ്പർ സ്പേസോ കിട്ടാത്തതുകൊണ്ടല്ലേ പോണേ. അപ്പോൾ തീർച്ചയായിട്ടും മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ എംപ്ലോയി പോകാണ്ട് നോക്കുക എന്നുള്ളത്. പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തുകൊണ്ട് പോകുന്നു, പോകാണ്ട് നല്ല എംപ്ലോയീസിനെ പിടിച്ചു നിർത്താൻ മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമാണ്, വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. 2, ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നുമില്ല, അവർ പോകുന്നുമില്ലെങ്കിൽ ഇതിൻ്റെ സിറ്റുവേഷൻ എന്താവും? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒന്നും അറിയാണ്ട് ഏതോ ലോകത്ത് ഇങ്ങനെ കിടക്കുന്ന പുതിയ ഒരു കാര്യങ്ങളും അറിയുന്നില്ല, പുതിയ സെറ്റപ്പുകൾ അറിയുന്നില്ല, പുതിയ തിങ്കിങ് അറിയുന്നില്ല, പുതിയ നിയമങ്ങൾ അറിയുന്നില്ല, ഒന്നും അറിയാണ്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഈ ട്രെയിനിങ് എന്ന് പറയുന്ന സംഭവം ആദ്യം മോളിൽ നിന്ന് തന്നെ തുടങ്ങണം.
നമ്മൾ കണ്ടിട്ടുള്ള സക്സസ്ഫുൾ കമ്പനീസിൻ്റെ എല്ലാ മാനേജിങ് ഡയറക്ടേഴ്സും ഡയറക്ടർ ബോർഡും ഇവരെല്ലാം ആ ലെവലിലുള്ള ട്രെയിനിങ്ങിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കും. ഇത് മനസ്സിലാക്കിയ ആൾക്കാർക്ക് മാത്രമേ താഴെയുള്ള എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്തെടുത്താലുള്ള ഗുണങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രെയിനിങ് ഒരു ഇതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നല്ല ഹ്യൂമൻ റിസോഴ്സ് പ്രാക്ടീസ്. ഓക്കെ. ഇപ്പം ഷായി ചേട്ടനാണെങ്കിലും ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് അവിടെ ഇന്ന് എനിക്ക് 1-to-1 ട്രെയിനിങ് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ എന്താണ് അങ്ങനെ ഒരു എംപ്ലോയീനെ നമ്മൾ പോയിട്ട് 1-to-1 എല്ലാ എംപ്ലോയീസിനും അങ്ങനെ ഒരു 1-to-1 ട്രെയിനിങ് നടത്തുക എന്ന് പറഞ്ഞാൽ പോസിബിളായിട്ട് നടക്കുന്ന കാര്യമാണോ? എന്നാൽ ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം. നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, ഒരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടി, ആർക്കാണ് സ്പെഷ്യൽ ട്യൂഷൻ കൊടുക്കണേ? ഒപ്പം പോകാത്തവർക്ക്. നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു, നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി രണ്ട് കാരണങ്ങൾ പറ്റുന്നില്ല. പല കാരണങ്ങൾ കൊണ്ടുപോകുന്നില്ല. വീട്ടിലെ ബാക്ക്ഗ്രൗണ്ടോ പ്രശ്നങ്ങളൊക്കെ കാരണം ആറ്റിറ്റ്യൂഡ് പ്രോബ്ലംസ് ഉണ്ടാവാം, വേറെ എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി വട്ടവർ മേ ബി ഉണ്ടാവാം. പക്ഷെ നമ്മൾ അവരെ പിക്ക് ചെയ്തിട്ടല്ലേ കൊടുക്കണേ. അതുപോലെ തന്നെയാണ് നമ്മൾ ഗ്രൂപ്പ് ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാവേണ്ട റിസൾട്ട് ഉണ്ടാവാണ്ട് വരുമ്പോൾ, ഗ്രൂപ്പായിട്ടോ ഇൻഡിവിജ്വലായിട്ടോ ഉണ്ടാവേണ്ടി വരുമ്പോൾ HR-ന് അല്ലെങ്കിൽ കൺസേൺ മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ മാനേജർക്ക് മനസ്സിലാവും ഇന്ന ആൾ, ഇന്ന ഇൻഡിവിജ്വൽ, ഇന്ന എംപ്ലോയി ആണ് ഇതിൻ്റെ അകത്ത് പ്രശ്നം, കുറച്ച് ആറ്റിറ്റ്യൂഡിൽ പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ സിസ്റ്റം ചേഞ്ചിലേക്കൊക്കെ വരുന്നത്. സാറിന് സിസ്റ്റം ചേഞ്ചൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇൻറ്റൻസീവ് ട്രെയിനിങ്ങിനൊക്കെ പോകുന്നത്. സോ ദാറ്റ് ആ മൈൻഡ് സെറ്റുമായിട്ട് വന്നിട്ട് ഇവിടെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്, സോ ദാറ്റ് വി ക്യാൻ മാർക്കറ്റിൽ പിടിച്ചിരിക്കണ്ടേ, പുതിയ മാറ്റം വരാനായിട്ട്. അപ്പോൾ അവരെ പിക്ക് ചെയ്തിട്ടാണ് അവരുടെ എന്താണ് പ്രോബ്ലം, ആറ്റിറ്റ്യൂഡൽ പ്രോബ്ലംസ് ആണോ, സ്കിൽ പ്രോബ്ലംസ് ആണോ, ടെക്നിക്കൽ പ്രോബ്ലംസ് ആണോ എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് ട്രെയിൻ ചെയ്ത് ഗ്രൂപ്പിലേക്ക് ഇട്ടാൽ ദെൻ ഇസ് ത്രൂ. പക്ഷേ ഇതിനൊക്കെ കാര്യമായിട്ട് തന്നെ നോക്കണം. നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യാനതിന് മുമ്പ്, ഇത് നമുക്ക് മെയിനായിട്ട് നമ്മൾ കാണാറുള്ള റൈറ്റ് ഓഫ് ആണ്. പക്ഷെ ആ ഒരു വാക്കിന് മുമ്പ് നമ്മൾ യു ഷുഡ് ഡു അവർ ലെവൽ ബെസ്റ്റ്. അത് മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ഇതെല്ലാം. ഇനി പല കേസിൽ എംപ്ലോയീസ് പോകും, പോട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്, എന്നാൽ പോട്ടെ എന്ന്. സോ ഈ പോകുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ചില്ലറയല്ല. ഒന്നാമത് രണ്ടാമത് നല്ലൊരാളെ കിട്ടണം, ട്രെയിൻഡ് ആളെ കിട്ടണം, അവരെ ട്രെയിൻ ചെയ്തെടുത്തോണ്ടിരിക്കണം, പോയ ആൾക്ക് മുടക്കി അതേ തുക പുതിയ ആൾക്ക് മുടക്കണം. പിന്നെ ആ കണ്ടിന്യൂറ്റി. ഇനി രണ്ടാമത് വരുന്ന ആൾ അൺലസ് പ്രോപ്പർ സിസ്റ്റംസ് ഒക്കെ ഇല്ലാത്ത കമ്പനിയാണെങ്കിൽ അതിൻ്റെ ആറ്റിറ്റ്യൂഡ് മോശമാണെങ്കിൽ വീണ്ടും അതിലും വലിയ തലവേദനയല്ല. ആദ്യം പോയവൻ നമ്മുടെ കമ്പനിയെ കുറിച്ച് പറയുന്ന ബാഡ് ഇമേജ് അടുത്ത് ബാധിക്കും. അത് എന്തുകൊണ്ട് പോയി എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ബേസിക്കലി ഒന്ന് കൺക്ലൂഡ് ചെയ്താൽ മാനേജ്മെൻറ്റ് ഉത്തരവാദിത്തമാണ് നല്ലൊരു HR പോളിസി ഉണ്ടാക്കുക, HR ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുക, HR ഡിപ്പാർട്ട്മെൻറ്റിനെ ഫങ്ഷൻ ചെയ്യാൻ അനുവദിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യാവുന്നത്, സാറിന് അതിൽ നമ്മൾ ബഡ്ജറ്റൊക്കെ ഇടുമ്പോൾ, കാരണം ഏറ്റവും ലാസ്റ്റ് പ്രിഫറൻസ് ആണ് ഇവർക്ക് കിട്ടുള്ളൂ. ബാക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് HR-ന് ട്രെയിനിങ്ങിനും മറ്റേ സ്കിൽ ഡെവലപ്മെൻറ്റിനൊക്കെ ഇത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ബഡ്ജറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ വിൽ പ്രൊവൈഡ് എമൗണ്ട് ഫോർ ദി ട്രെയിനിങ് ആൻഡ് HR ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അത് ആ ഡിപ്പാർട്ട്മെൻറ്റ് റൈറ്റ് ആവും, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അല്ല റൈറ്റ് ആവും ആ എമൗണ്ട്. ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്ര 1000 രൂപ നമ്മൾ ഇതിന് വേണ്ടി ഈ വർഷം സ്പെൻഡ്. അപ്പോൾ പിന്നെ HR ഡിപ്പാർട്ട്മെൻറ്റിൽ ആ ട്രെയിനിങ് ആർക്ക് വേണം, എങ്ങനെ വേണം എന്നുള്ള സ്റ്റെപ്പ് റൈറ്റ് ആവും. അല്ലെങ്കിൽ സാറിന് ഇതിൽ ഈ പ്രൊപ്പോസലുമായിട്ട് ചെല്ലുമ്പോൾ ഫണ്ടിന് ഓൾറെഡി ഷോർട്ടേജ് ആയിരിക്കും. അപ്പോൾ നോ വേ പറ്റില്ല എന്ന് പറയും. അക്കൗണ്ട്സ് ഒബ്ജക്റ്റീവും ഫിനാൻസ് ഒബ്ജക്റ്റീവും മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവും. അപ്പോൾ ഇനി വീണ്ടും ഇതിൻ്റെ പ്രോബ്ലം ഉണ്ടാകുന്ന ഇമ്മീഡിയറ്റ് പ്രോബ്ലം അല്ല, അതിൻ്റെ റിപ്ലിക്കേഷൻസ് വന്ന് തുടങ്ങുന്നത് ഗ്രാജുവലായിട്ട് ഉണ്ടായി വരും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ട്രെയിനിങ്ങിൻ്റെ ഒരു നട്ട്ഷെൽ സൊല്യൂഷൻ. അല്ല, വളരെ വലിയൊരു ടോപ്പിക്കാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ പ്രസക്തി. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെയധികം സന്തോഷം. താങ്ക് യു.